ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന മാത്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ മാത്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. അതായത് നമ്മളെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ ചെറിയ വോള്യത്തിൻ്റെ കേസും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സിലബസിൽ അങ്ങനെ തന്നിട്ടില്ല എന്നാണ്, ജസ്റ്റ് ആ ഫോമുലാസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ആക്ച്വലി രണ്ട് ഫോർമുലകളേ ഉള്ളൂ ആക്ച്വലി. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ വോള്യം ഓഫ് ദ സോളിഡ്സ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ വോള്യം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ റൊട്ടേറ്റിംഗ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ കർവ് y is equal to f of x, the x-axis, and the ordinates at x equal to a യും x equal to b യും. about x-axis ആ വോള്യം എങ്ങനെയാണ് തരുന്നത് എന്നാണ് ഇക്വേഷൻ. അപ്പോൾ v is equal to pi into integral a to b y square dx. ക്ലിയർ? ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. pi into integral a to b y square dx. ഇതുപോലെ തന്നെ തിരിച്ചുണ്ടോ, വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് ബൈ ദ ഏരിയ ഗിവൺ. ഇവിടെ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ, ദ വൈ ആക്സിസ് ആൻഡ് ദ അബ്സിസ് അറ്റ് വൈ ഈക്വൽ ടു എയും വൈ ഈക്വൽ ടു ബിയും ഈസ് ഗിവൺ ബൈ വി ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി എക്സ് സ്ക്വയർ ഡി വൈ. ക്ലിയർ? ഇങ്ങനെ രണ്ട് തരത്തിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരികയെന്ന് വെച്ചാൽ, വോളിയം ജനറേറ്റഡ് ബൈ ദ ഏരിയ അണ്ടർ ദ കർവ് എ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ്, ദാറ്റ് ഇസ് എക്സ് ആക്സിസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ വെൻ ഇറ്റ് റിവോൾവ്സ് അബൌട്ട് എക്സ് ആക്സിസ് നമ്മൾ ഇക്വേഷൻ എന്താ വരിക, നമുക്ക് ഇക്വേഷൻ അറിയാവുന്ന എന്താ, പൈ ഇൻറ്റു എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ വൈ സ്ക്വയർ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും എന്താണ്, എക്സ് സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പൈ ഇൻറ്റു 0 ടു എ തന്നിട്ടില്ല, ഇൻ്റഗ്രൽ 0 ടു എ അല്ലേ. അപ്പോൾ 0 ടു എ എക്സ് സ്ക്വയർ ഇൻറ്റു എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ ഡി എക്സ്. സോ ഇറ്റ് വിൽ ബി പൈ ബൈ എ ഇൻ്റഗ്രൽ 0 ടു എ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. ശരിയല്ലേ? ഇറ്റ് വിൽ ബി പൈ ബൈ എ ഇൻ്റഗ്രൽ a into x cube by 3 minus x raised to 4 by 4 0 to a. So answer will be pi by a into a raised to 4 by 3 minus a raised to 4 by 3. A raised to 4 x raised to 4 by 4 അല്ലേ. So it will be pi by a into ഈ a നമുക്ക് ഈ a ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 4 a raised to 4 അല്ലേ, a raised to 3 അല്ലേ. അതെ, 4 a raised to 4 minus 3 a raised to 4 divided by 12. Your answer will be pi a raised to 4 divided by 12a. So it will be 1 by 12 into pi a cube. ക്ലിയർ? ഇതാണ് നമ്മുടെ എന്ത് വോള്യം ജനറേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇനി ഇതുപോലെ തന്നെ വോള്യം ജനറേറ്റഡ് ബൈ ഒരു ഇക്വേഷൻ തരുവാണ്, വൈ സ്ക്വയർ ഈക്വൽ ടു 4x ബിറ്റ്വീൻ എക്സ് ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 4 എന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കാണേണ്ട ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി വൈ സ്ക്വയർ ഡി എക്സ്. ശരിയല്ലേ? സോ ഇറ്റ് വിൽ ബി പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 4 x ഡി എക്സ്. ഇറ്റ് വിൽ ബി 4 പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 0 ടു 4. സോ ഇറ്റ് വിൽ ബി 4 പൈ ഇൻറ്റു 4 സ്ക്വയർ, അതായത് 16 by 2 minus 0. So answer will be 32 pi. ക്ലിയർ? അപ്പം ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ വോള്യത്തിൻ്റെ രണ്ട് ഫോർമുലകൾ ഓർത്ത് വയ്ക്കുക, എക്സ് ആക്സിസ് ആയാലും വൈ ആക്സിസ് ആയാലും ആ വോള്യത്തിൻ്റെ ഫോർമുലാസ് ഓർത്ത് വയ്ക്കുക. അതിൽ നമുക്ക് സിലബസിൽ ഏരിയ വരെ പറയുന്നുള്ളൂ, ഞാൻ ജസ്റ്റ് വോള്യം കൂടി പറഞ്ഞു തന്നതാണ് എങ്ങനെ ചോദിച്ചാൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തെടുക്കുന്നതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് എന്നാണ്, ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ശരിയല്ലേ? അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണിത്. ഓക്കെ, കാരണം നമ്മൾ ഡിഫറൻഷ്യൽ നമ്മൾ മറ്റുള്ള കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഉണ്ടാവും.
അല്ലേ. അപ്പോൾ ആ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻറ്റ് വെച്ചുള്ള പരിപാടിയാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ആദ്യം വെച്ചാൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ചെറിയൊരു എങ്ങനെ എഴുതുന്നുണ്ട്, dy/d²y/dx² ഈക്വൽ ടു 5x, അതുപോലെ 2xy dy/dx ഈക്വൽ ടു 3y² + x². അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലുള്ള സംഭവമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ. ഇനി ആദ്യം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കുന്ന ഓർഡർ കാണാനാണ്. ഓർഡർ കാണാമെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് വെച്ചാൽ dy/dx എന്നുള്ള ആ സംഭവം, അതിൽ ഹയസ്റ്റ് എടുക്കുക. ഇപ്പോൾ d²y ആണോ d³ ആണോ d4y ആണോ ഏതാണോ ഹയസ്റ്റ് എടുക്കുക, അതിൻ്റെ പവർ നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ നോക്കിയാൽ മതി. പവർ അല്ല, സോറി, അതിൻ്റെ ഓർഡർ നോക്കുക. അപ്പോൾ d²y/dx² ആണ് ഒരെണ്ണത്തിൽ മുകളിലെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2. ഇപ്പോൾ d³y/dx³ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എത്രയാണ് 3. ഇപ്പോൾ d⁴y/dx⁴ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എത്രയാണ് 4. ക്ലിയർ. അപ്പോൾ ഒരു ഇക്വേഷൻ തരാം, d²y/dx² പ്ലസ് 3dy/dx പ്ലസ് 2y ഈക്വൽ ടു 0. ഇതിൻ്റെ ഓർഡർ എത്രയാണ്? ഓർഡർ നോക്കേണ്ടത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നോക്കുക. ഇങ്ങനെ പറയേണ്ടത് കേട്ടോ, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ആ ഡെറിവേറ്റീവിൽ ഹയസ്റ്റ് ഓർഡർ ആക്കുക. ഇവിടെ 2 അല്ലേ, അപ്പോൾ അതിൻ്റെ ഓർഡർ 2. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ 3d³ മൈനസ് 6dy/dx² മൈനസ് 4y ഈക്വൽ ടു 0. ഇവിടുത്തെ ഓർഡർ എത്രയാണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നോക്കുക. ഇതല്ല ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, പിന്നെ ഓർഡർ 3. ക്ലിയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഓർഡർ കഴിഞ്ഞാൽ അടുത്ത ഡിഗ്രി. ഓക്കെ. ഡിഗ്രിയാണ് പറഞ്ഞത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിലെ ഡിഗ്രി. ഓക്കെ. പക്ഷേ ആ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ റാഡിക്കൽസും അതുപോലെ ഫ്രാക്ഷൻസിനൊക്കെ ഫ്രീ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഒരു ഡിഗ്രി ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ദ പവർ ഓഫ് ദ, ഇതാണ് പവർ കേട്ടോ, പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക, അതിൻ്റെ പവർ എത്രയാണോ അത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ 4x³ മൈനസ് 3dy/dx² മൈനസ് 3y ഈക്വൽ ടു 0. ഇതിൻ്റെ പവർ എത്രയാണ്? അതായത് ഇതിലുള്ള ഹയസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്. ഇതിൻ്റെ പവർ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ഡിഗ്രി. ക്ലിയർ. ഈ ഇക്വേഷൻ തന്നെ ഓർഡർ ചോദിച്ചാൽ ആൻസർ എത്രയാണ്? ഇവിടുത്തെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക, അതിൻ്റെ ഇതാണ് നമ്മുടെ എന്ത്, ഓർഡർ. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ, x d³y/dx² പ്ലസ് d² പ്ലസ് 4dy/dx². ക്ലിയർ. ഇതിലെ ഡിഗ്രി ഏതായിരിക്കും? ഇതിലെ ഡിഗ്രിയാണ്. ഇതിലെ ഡിഗ്രി എന്ന് വെച്ചാൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് നോക്കുക. നോക്കുമ്പോൾ ഇതാണ് ഹയസ്റ്റ് ഡെറിവേറ്റീവ്, d³y/dx³. അപ്പോൾ ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ പവർ അത് എത്രയാണ്? 2. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ഡിഗ്രി. ഇവിടുത്തെ ഓർഡർ ഏതാ? ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ഹയസ്റ്റ് ഡെറിവേറ്റീവിലുള്ളത് ഏത് ഡെറിവേറ്റീവിലാണ് ചെയ്യുന്നത് അത്. അപ്പോൾ ഇതാണ് 3 ആണ് നമ്മുടെ എന്ത്, ഓർഡർ. ക്ലിയർ. ഇതാണ് ഓർഡറും ഡിഗ്രിയും. ഓക്കെ ആയോ? അപ്പം എപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ സോൾവ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, കാണേണ്ടി വരും ഓർഡറും ഡിഗ്രിയും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ. സൊല്യൂഷനുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഓക്കെ. ഫസ്റ്റ് മെത്തേഡാണ് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ. ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ വഴി എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരിക, സോൾവ് dy/dx പ്ലസ് 5y ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? dy/dx ഇതിൻ്റെ അകത്ത് നിന്ന് എഴുതണം. എത്രയാണ്? -5y. എന്നിട്ട് ഈ വൈയും എക്സും മാറ്റി മാറ്റി എഴുതാം. അപ്പോൾ എന്ത് വരും? dy/-5y അല്ലെങ്കിൽ y മാത്രം എടുത്താൽ മതി. ഓക്കെ. ഈക്വൽ ടു -5dx. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരേ സൈഡിലേക്ക് എടുക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? dy/dy എന്ന് പറഞ്ഞാൽ log y ഈക്വൽ ടു -5x പ്ലസ് c.
ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, മൈനസ് ലോഗ് വൈകൾ മൈനസ് സി പ്ലസ് സി. ഈ സി എന്ന് പറഞ്ഞാൽ ഇത് ലോഗ് ഇവിടെ വന്നതുകൊണ്ട് നമ്മളിതെല്ലാം ലോഗിലേക്ക് മാറ്റേണ്ടി വരും. ഒരെണ്ണം ലോഗ് മാത്രമായിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് എല്ലാം ലോഗിലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഈ സീനെ നമ്മൾ ലോഗ് കെയിലേക്ക് അസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ എന്ത് വരുന്നത് വെച്ചാൽ ലോഗ് വൈ ടു ദ ബേസ് ഇ ഈക്വൽ ടു ലോഗ് ഇ റേസ് ടു മൈനസ് 5x ഇ ഈ പ്ലസ് ലോഗ് കെ ടു ദ ബേസ് ഇ. കാരണം നിങ്ങൾ നോക്കണം, ഈ ലോഗ് ഇ ടു ദ മൈനസ് 5x ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മൈനസ് 5x. കാരണം ഇത് ഇപ്പുറത്ത് വരിക ചെയ്യുക, എന്നിട്ട് ഈ വാല്യൂ 1 ആവും. അപ്പോൾ ഇത് മൈനസ് 5x തന്നെയാണ് ഇതിൻ്റെ ആൻസർ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആൻസർ എന്ത് വരും, ഇറ്റ് വിൽ ബി ലോഗ് വൈ ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു പിന്നെ ലോഗ് എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് എം പ്ലസ് ലോഗ് എൻ എന്ന് പറഞ്ഞാൽ ലോഗ് എം എൻ ആണ്. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്നത് തുല്യ. അപ്പോൾ ഏറ്റവും ലോഗ് മൈനസ് 5 അല്ല കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 5x. ക്ലിയർ? അപ്പോൾ ലോഗ് രണ്ട് സൈഡും കട്ട് ചെയ്യാം. സോ ആൻസർ വിൽ ബി y ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് 5x. ഓക്കെ, ഇതാണ് നമ്മൾ ഫോം. അപ്പോൾ നിങ്ങൾ ഓപ്ഷനിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല, അപ്പോൾ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, മാറ്റേണ്ടി വരും. ഓക്കെ, അതാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രത്യേകത. ലോഗ് വെച്ചിട്ടുള്ള പരിപാടിയാണ് മൊത്തം. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കുവാണെങ്കിൽ dy ബൈ ഡി എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു വൈ. നേരത്തെ പോലെ തന്നെ എടുക്കുക, dy ബൈ വൈ ഈക്വൽ ടു കെ ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആൻസർ ബി ലോഗ് വൈ ഈക്വൽ ടു കെ എക്സ് പ്ലസ് സി. ഇതിനെ നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം, നമ്മൾ നേരത്തെ പോലെ എഴുതുവാണെങ്കിൽ ഈ കെ എക്സിനെ നമ്മൾ എന്ത് മാറ്റി എഴുതിയിട്ടുണ്ട്, യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് നമ്മൾ ലോഗ് രണ്ട് സൈഡ് എടുത്ത് ചെയ്തില്ലേ. അപ്പം നമുക്കിതിനെ എന്ത് ചെയ്താൽ വൈ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു കെ എക്സ്. ശരിയല്ലേ? എ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ക്ലിയർ? അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ എഴുതാം, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 5/2x. സോ ഇറ്റ് വിൽ ബി ഡി എക്സ് ബൈ എക്സ് ഈക്വൽ ടു 5/2 ഇൻറ്റു ടി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, ലോഗ് എക്സ് ഈക്വൽ ടു 5/2 ടി പ്ലസ് സി. ഇത് ഡി ടി അല്ലേ, ഇത് ഡി ടി ആണ്, 5/2 ടി പ്ലസ് സി. അപ്പം ഇറ്റ് വിൽ ബി ഇ എടുക്കുമ്പോൾ നമ്മൾ എല്ലാത്തിലും ഇ എടുക്കുമ്പോൾ ലോഗ് എക്സ് ടു ദ ബേസ് ഇ ഈക്വൽ ടു ലോഗ് 5/2 ഇ റേസ് ടു 5/2 ടു ദ ബേസ് ഇ പ്ലസ് ലോഗ് കെ ടു ദ ബേസ് ഇ. ഓക്കെ, അതായത് ലോഗ് ഇ റേസ് ടു 5/2 ടു ദ ബേസ് ഇ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒറ്റൊരു ടേമായിട്ടാണ് വരിക. ഓക്കെ, ഈ ഒരു ടേം ഒറ്റ ടേം, അപ്പോൾ ഇത് ഇങ്ങോട്ട് വരും അല്ലേ. അപ്പോൾ 5/2 ടി ആ ലോഗിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് അറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോട്ടോ. ലോഗ് എക്സ് ടു ദ ബേസ് ഇ ഈക്വൽ ടു ലോഗ് എന്ത് വരും, ഇത് എം എൻ ഫോമാറ്റില്ല, അപ്പോൾ എം ഇൻറ്റു എൻ അല്ലേ. അപ്പോൾ അതെന്താണ്, കെ ഇൻറ്റു ഇ റേസ് ടു 5/2 ടി. അല്ലെങ്കിൽ ലോഗ് കട്ടായി പോയി നമുക്ക് എന്താ പറയാം, എക്സ് ഈക്വൽ ടു കെ ഇ റേസ് ടു 5/2 ഇൻറ്റു ടി. ഇതാണ് നമ്മുടെ സാധാരണ ഇൻ്റഗ്രേഷൻ്റെ മെത്തേഡ്. ഓക്കെ, ഇതാണ് നമ്മളെന്ത് പറയുന്നത് മെത്തേഡ് ഓഫ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ബൈ വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ഫോം. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെയാണ് ആക്ച്വലി. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെയാണ്, നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി എന്താണോ യൂസ് ചെയ്തത് അതേ പരിപാടി തന്നെയാണ് ആക്ച്വലി പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, dy ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഫൈ ഓഫ് വൈ എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഫൈ ഓഫ് വൈ ഡി വൈനെ ഈക്വൽ ടു എഫ് ഓഫ് ഫൈ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഇത് തന്നെയാണ് നേരത്തെ ചെയ്തത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ നേരത്തെ എടുത്ത് അതേ മെത്തേഡ് തന്നെയാണ് സംഭവം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അതിന് പറഞ്ഞ പേരാണ് വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ, അപ്പം രണ്ടും ഒരു സൈഡിലേക്ക് എടുക്കുക. നേരത്തെ നമ്മൾ എടുക്കുമ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മുടെ
ഡിനോമിനേറ്ററിലേക്കാണ് വന്നത് അല്ലേ, നമ്മൾക്ക് ഇപ്പുറത്തേക്ക് എഴുതി. ഇതിന് വരെ ഇത് നേരെ മൾട്ടിപ്ലൈ എന്ന രൂപത്തിൽ പോലെ എഴുതുക. അപ്പോൾ എങ്ങനെ വന്നാലും ഇത് ആൻസറൊക്കെ ഒന്ന് തന്നെയായിരിക്കും. നമുക്ക് നോക്കാം. അത് ഒരു എക്സാമ്പിൾ എടുക്കുക. dy ഈക്വൽ ടു e⁻3x + y dx. ഇതെങ്ങനെ മാറ്റി എഴുതാം? dy ഈക്വൽ ടു e⁻3x ഇൻറ്റു e⁻y dx എന്ന് എഴുതാലോ. അപ്പോൾ ഒരേ സൈഡിലേക്ക് വരുമ്പോൾ dy e⁵ ഈക്വൽ ടു e⁻3x ഇൻറ്റു dx. കണ്ട നേരത്തെ എഴുതി അതേപോലെ തന്നെ അല്ലേ. അപ്പോൾ നേരത്തെ ചെയ്ത സാധനം തന്നെ ഇൻ്റഗ്രേഷൻ്റെ തന്നെ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? വേരിയബിൾ സെപ്പറബിൾ ഫോം. ക്ലിയർ? അതിൽ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലോഗും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ ലോഗിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒക്കെ ഒറ്റ പ്രോബ്ലം ചെയ്താൽ മതി, എല്ലാം സെയിം ആണ്. ഓക്കെ, ഇൻ്റഗ്രൽ e⁻y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ e⁻3x dx അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ e⁻y എന്ന് വെച്ചാൽ -e⁻y -1 ഈക്വൽ ടു e⁻3x ഡിവൈഡ് ബൈ 3 പ്ലസ് c. സോ ആൻസർ വിൽ ബി -e⁻ ഈക്വൽ ടു e⁻3x ബൈ 3 പ്ലസ് c. ഇതിവിടെ നിർത്തിയാൽ മതി വേരിയബിൾ സെപ്പറബിൾ ഫോമിൽ. നേരത്തെയൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ലോഗ് വരുന്നുണ്ട്. ലോഗ് വരുവാണെങ്കിൽ അവിടെയും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ dy/y വരുമ്പോൾ അത് ലോഗിലേക്ക് പോകും. ഓക്കെ, അത് ഇങ്ങനെ അങ്ങനത്തെ പ്രോബ്ലംസ് ഇവിടെയും അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രോബ്ലംസ് കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമുലയും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി പറയാം. dy/dx ഈക്വൽ ടു xy² പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ yx² പ്ലസ് y. ഓക്കെ, ഇതെങ്ങനെ മാറ്റി എഴുതാം? നമ്മൾ dy ഇൻറ്റു y ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ. ഓക്കെ, ഈക്വൽ ടു dx ഇൻറ്റു x ഇൻറ്റു y² പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അതിൽ x പുറത്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഒരേ സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ y dy ഡിവൈഡഡ് ബൈ ഈ y ഉള്ള ടേമിന് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ y² പ്ലസ് 1 ഈക്വൽ ടു x dx ഡിവൈഡഡ് ബൈ x² പ്ലസ് 1. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എല്ലാ സാധനങ്ങളും വരും കേട്ടോ. ഇത് u ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ u ഈക്വൽ ടു y² പ്ലസ് 1 എന്ന് വെച്ചാൽ du എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2y. അപ്പോൾ du/2 ആണ് എന്ത്? y dy. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഈ y dy വരെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? du/2 എഴുതേണ്ടി വരും. ഇവിടെ ആദ്യം ഒരു 2 ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ, അപ്പോൾ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ du/u വന്നു. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു അതേപോലെ ഇതും നേരത്തെ ഇതുപോലെ തന്നെ ഇവിടെ യുന്ന് പകരം x² പ്ലസ് 1 ചെയ്ത് ഇതേപോലെ തന്നെ വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇൻ്റഗ്രൽ du/u വരും. u എന്നല്ല, ഇത് v എന്നെങ്ങാനും എടുത്തോ. ഓക്കെ, അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് എന്ത് അവിടെയും വരിക. ഓക്കെ, അപ്പം നമുക്ക് ഇക്വേഷൻ എന്താ വരിക? ഇറ്റ് വിൽ ബി ഹാഫ് കട്ടായി പോകും. ഇറ്റ് വിൽ ബി ലോഗ് എന്താണ് വരിക? ലോഗ് ഇവിടെ എന്താ വരും? ലോഗ് u എന്ന് പറഞ്ഞാൽ ഇവിടെ ലോഗ് y² പ്ലസ് 1 ഈക്വൽ ടു ലോഗ് x² പ്ലസ് 1. ശരിയല്ലേ? അപ്പോൾ ഹാഫ് ലോഗ് യുവിൻ്റെ കേസിൽ ഹാഫ് ലോഗിന് ആ രണ്ട് ഹാഫും എന്ത് അപ്പുറത്ത് എന്താവും? കട്ടാവും അല്ലേ? അപ്പം ഇറ്റ് വിൽ ബി ലോഗ് y² പ്ലസ് 1 ഈക്വൽ ടു ലോഗ് x² പ്ലസ് 1 അല്ലേ? അപ്പോൾ ഈ ഒരു ഫോമാറ്റിലേക്ക് എത്തും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഒരു മൈനസ് സിമ്പിൾ എടുക്കാം. ഓക്കെ, മൈനസ് സിമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകം വെച്ചാൽ ഒരു സൈഡിലേക്ക് വരും. അപ്പോൾ 1 + y² മൈനസ് ലോഗ് 1 + x² ഈക്വൽ ടു c. ഒരു കോൺസ്റ്റൻ്റ് ആണല്ലോ c. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 കട്ട് ചെയ്യണ്ട ആക്ച്വലി. ഓക്കെ, 2നെ അങ്ങോട്ട് എടുക്കാം, കാരണം അത് കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാമല്ലോ. അപ്പോൾ ഈക്വൽ ടു 2c എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്തൊരു? ലോഗ് a മൈനസ് ലോഗ് എന്ന് ലോഗ് a/b. അപ്പോൾ 1 + y² ഡിവൈഡഡ് ബൈ 1 + x² ഈക്വൽ ടു എന്ത് ചെയ്യാം? 2c എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് ഇവിടെയുള്ള ലോഗ് e ഉണ്ടാവുമല്ലോ, ആ ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ യുവർ ആൻസർ വിൽ ബി 1 + y² ഡിവൈഡഡ് ബൈ 1 + x² ഈക്വൽ ടു e⁻²c. ക്ലിയർ? ഇതൊക്കെ കുറേ കൺവേർഷൻസും കാര്യങ്ങളുമാണ്. ലോഗിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നോക്കേണ്ടി വരും. ലോഗിൻ്റെ കൺവേർഷൻ, ലോഗ് ഈ ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അങ്ങനെ അടുത്തടുത്ത് ഈക്വലൻ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഫോമിനാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ, കാരണം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വലിയ പ്രോബ്ലം ചോദിക്കില്ല, ചെറിയ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ,
ഇനി ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ ഓക്കെ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഏരിയ ബൗണ്ടഡ് പഠിച്ചു, സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് മെത്തേഡ് ഓഫ് വേരിയബിൾ സെപ്പറബിൾ പഠിച്ചു. ഇനി അടുത്ത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ. ഓക്കെ, അതും കൂടിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. മെത്തേഡ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും കുറേ മെത്തേഡ്സ്. എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അതുകൊണ്ട് മാക്സിമം പ്രോബ്ലംസ് എന്ത് ചെയ്യുക, നിങ്ങൾ ഒറ്റയ്ക്കെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ മെത്തഡോളജിയാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. ഓക്കെ, വേരിയബിൾ സെപ്പറബിൾ ആകുമ്പോൾ രണ്ടും ഒരു സൈഡിലേക്ക് തന്നെ കൊണ്ടുവരിക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇക്വേഷൻ വിൽ ബി ഓഫ് ദ ഫോം dy/dx പ്ലസ് py ഈക്വൽ ടു q. അതിൽ പിയും ക്യൂവും എക്സിൻ്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലീനിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് നമ്മുടെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻ്റ് ഒക്കെ ഏത് ഡിഗ്രി ആയിരിക്കും? ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിളിക്കുന്നത്. ക്ലിയർ? അപ്പം ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യണം. അതായത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ്. ദാറ്റ് ഈസ് e⁻p⁴dx. ഇതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഈ സാധനത്തിനെ വെച്ച് നമ്മൾ മൊത്തം ഇക്വേഷനെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് e⁻p⁴dx ഇൻറ്റു dy/dx പ്ലസ് e⁻p⁴dx ഇൻറ്റു py ഈക്വൽ ടു e⁻p⁴dx ഈക്വൽ ടു ഇൻറ്റു ക്യൂ അല്ല, ഈക്വൽ ടു ഇൻറ്റു ക്യൂ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് dy/dx ഒക്കെ മാത്രം എടുത്ത് കുറച്ച് പരിപാടിയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ ഞാൻ എഴുതാം. ആ ഫോർമാറ്റിലേക്ക് നിങ്ങൾ ആൻസർ ചെയ്യണം. അതായത് y ഇൻറ്റു e⁻p⁴dx ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് e⁻p⁴dx ഇൻറ്റു q/dx. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ട സാധനം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയാം, y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു q/dx. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം എന്താണ്? അതാണ് ഇത്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് e⁻p⁴dx. ക്ലിയർ? അപ്പം ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ ഓഫ് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോൾവ് dy/dx പ്ലസ് y cot x ഈക്വൽ ടു കൊസീക്കൻഡ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഈ പിയും ക്യൂവും കാര്യങ്ങളൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ജനറൽ ഫോം ആദ്യം ഓർത്ത് വയ്ക്കുക. എന്താണ്? dy/dx, അതിൽ മാറ്റമൊന്നുമില്ല, പ്ലസ് py ഈക്വൽ ടു ക്യൂ. അപ്പോൾ ഇവിടെ y ഇവിടെയുണ്ട്. പി ആരാണ്? പി കോട്ടെക്സ് ആണ്. ക്യൂ ആരാണ്? ക്യൂ കൊസീക്കൻഡ് എക്സ് ആണെന്ന് നോക്കുക. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏറ്റവും ആവശ്യം പീനെയാണ്. പി എന്ന് പറഞ്ഞാൽ കോട്ടെക്സ് ആണ്. ശരിയല്ലേ? എന്തിനാണ് നമുക്ക് പീൻ്റെ ആവശ്യം? നമുക്ക് ആദ്യം തന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എങ്ങനെ കാണും? e⁻p⁴dx ആണ്. ശരിയല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു e⁻cot x dx. സോ cot x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് വിൽ ബി e⁻log sin x അല്ലേ? അപ്പോൾ e⁻log e എന്ന് വരുമ്പോൾ നമുക്ക് ഈ sin x മാത്രം ഇവിടെ വരും. ഈ log e എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? അപ്പോൾ ആൻസർ വിൽ ബി sin x. ഓക്കെ, അപ്പോൾ IF ആണ് നമ്മുടെ എന്ത്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇനി ഇതിനെ നമ്മൾ ആ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യണം. അല്ല, ഇക്വേഷൻ എന്താ? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു q/dx. ശരിയല്ല? അപ്പോൾ ഒരു y ഇൻറ്റു സൈൻ എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്നാൽ സൈൻ എക്സ്, ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? കൊസീക്കൻഡ് എക്സ് ഇൻറ്റു dx. അപ്പോൾ സൈൻ എക്സും കൊസീക്കൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ കൊസീക്കൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ 1/sin x. അപ്പോൾ അത് ഇൻ്റഗ്രൽ 1 ആവും. ശരിയല്ലേ? സോ യുവർ ആൻസർ വിൽ ബി y sin x ഈക്വൽ ടു എക്സ് പ്ലസ് സി. ഇതാണ് നമ്മുടെ എന്ത്? സൊല്യൂഷൻ. സോ സൊല്യൂഷൻ ഈസ് y sin x ഈക്വൽ ടു എക്സ് പ്ലസ് സി. ക്ലിയർ? ഇതാണ് അതിൻ്റെ മെത്തഡോളജി. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. എക്സ് dy/dx പ്ലസ് 3y ഈക്വൽ ടു 5x². നേരത്തെ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇതാണ് പി, ഇതാണ് എന്ത്? ക്യൂ. ശരിയല്ലേ? അപ്പം ഇത് നമുക്ക് dy/dx ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇങ്ങനെയല്ല വരിക. കാരണം എന്താ? ഇങ്ങനെയാണോ വരിക? കാരണം ഇത് dy/dx അല്ലല്ലോ, ഇത് x dy/dx. അപ്പോൾ നമ്മൾ ആദ്യം
ഇങ്ങനെയല്ല എഴുതേണ്ടത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഉടനടി അത് എഴുതരുത്. dy/dxയിലേക്ക് മാറ്റുമ്പോൾ ഇറ്റ് വിൽ ബി 5x². ഇതിലെല്ലാത്തിനെയും y കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എഴുതാം. എല്ലാത്തിനും y കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി മൊത്തം ഡിവിഷൻ ചെയ്യാം അല്ലേ, അതാ ബെറ്റർ. അപ്പോൾ ഇറ്റ് വിൽ ബി മൊത്തം ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുക. സോ ആൻസർ എന്ത് വരും? dy/dx പ്ലസ് 3y/x = 5x. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇക്വേഷൻ ഫോർമാറ്റിലായി. ഏത് ഇക്വേഷൻ ഫോർമാറ്റ്? നമ്മുടെ ഇക്വേഷൻ ഫോർമാറ്റ് എന്താ? dy/dx പ്ലസ് py = q അല്ലേ. അപ്പോൾ ഇതിൽ p എന്ന് പറയുന്നത് എന്താണ്? 3/x ആണ്. ഓക്കെ, q എന്ന് പറയുന്നത് എന്താണ്? 5/x ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണ് എല്ലാത്തിനും കാണേണ്ടത്. e⁻p dx, അതായത് e⁻3/x dx. സോ ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ 3/x എന്ന് പറയുമ്പോൾ e⁻1/x എന്ന് വെച്ചാൽ log x. അപ്പോൾ ഇൻ്റഗ്രൽ 3 log x dx. ശരിയല്ലേ? അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ x³ നമ്മൾ e⁻ ടേമിലേക്ക് ഇത് മാറ്റണം, log e³ മാറ്റണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? യു ഹാവ് ടു റൈറ്റ് e⁻log x³. ഓക്കെ, e⁻log x³ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് എന്ത്? x³. കാരണം ഇവിടെ ഈ വന്നാൽ ഇപ്പുറത്ത് വരും. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്ത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? x³ കിട്ടി. ശരിയല്ല? കാരണം e⁻3 log x എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ആണ് എന്ത്? x³. ഓക്കെ, കാരണം ഇവിടെ കോൺസ്റ്റൻറ്റ് വരുന്നത് വെച്ചാൽ ഇവിടെ 3 ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെയും ഈ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി x³. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണെന്ന് ഓർക്കുക. ഓക്കെ, e⁻3 log x എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി x³. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് എത്ര കിട്ടി? x³ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മളെ ഇക്വേഷനിലേക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അവർ ഇക്വേഷൻ വിൽ ബി, നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ if ഇൻറ്റു q dx. സോ y ഇൻറ്റു x³ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫാക്ടർ x³ ഇൻറ്റു q എന്ന് പറഞ്ഞാൽ 5x dx. സോ ഇറ്റ് വിൽ ബി 5 ഇൻറ്റു x⁴ ഇൻ്റഗ്രൽ അല്ലേ. സോ ഇറ്റ് വിൽ ബി 5 ഇൻറ്റു x⁵5/5. 5/5 കട്ടാവും. സോ y ഇൻറ്റു x³ ഈക്വൽ ടു x⁵5 പ്ലസ് c ഈസ് യുവർ ആൻസർ. ക്ലിയർ? ഇങ്ങനെ ഏത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ വേണ്ടി പറ്റണം. ക്ലിയർ? എന്ത് പ്രോബ്ലം കിട്ടിയാലും ഇത് തന്നെയാണ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ മെത്തഡോളജി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നിർത്താം. dy/dx ഈക്വൽ ടു 3x പ്ലസ് 4. ഓക്കെ, dy/dx ഈക്വൽ ടു 3x പ്ലസ് 4. അപ്പം ഇത് നമ്മുടെ ഏത് ഫോർമാറ്റിലാണുള്ളത്? നമ്മൾ ഇത് കിട്ടണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? നമുക്ക് വൈൻ്റെ സാധനം ആദ്യം അറിയണം അല്ലേ. ഇവിടെ വൈൻ്റെ സാധനം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അറിയേണ്ടി വരും. അപ്പോൾ വൈൻ്റെ സാധനം അറിയാമെന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ തരും. എപ്പോഴും തരും y ഈക്വൽ ടു, ഇവിടെ തന്നിരിക്കുന്ന y ഈക്വൽ ടു 15, x ഈക്വൽ ടു 2 ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു 15, x ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് y കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x² / 2 പ്ലസ് 4x പ്ലസ് c. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ക്ലിയർ? ഇനി ഈ വൈയും 2 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. നമുക്ക് ഓൾറെഡി y തന്നിട്ടുണ്ട്. y കിട്ടുന്ന ഒരു ഫോർമാറ്റിലാണ് അത് ആക്ച്വലി തന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? x2 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 3, y എന്ന് പറഞ്ഞാൽ 15 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 3/2 ഇൻറ്റു 2² പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് c. സോ ഇറ്റ് വിൽ ബി 15 ഈക്വൽ ടു 14 പ്ലസ് c. സോ c ഈക്വൽ ടു 1. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ഈസ് ഈക്വൽ ടു 3x² / 2 4x പ്ലസ് 1. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് നമ്മൾക്ക് എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്. ഈ വാല്യൂ പുട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സൊല്യൂഷനിലേക്ക് പോകുന്ന ഒരു ടൈപ്പും ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് എന്ത് ചെയ്യാം? എന്തായാലും
dy/dx പ്ലസ് y tan x ഈക്വൽ ടു cos സ്ക്വയർ എക്സ്. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റ് ഫോർമാറ്റിൽ തന്നെ ഉള്ളത്. ഇതെന്താണ്? ഇതാണ് പി, ഇതാണ് എന്ത് ക്യൂ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ e⁻p dx എന്ന് പറഞ്ഞാൽ e⁻× tan x dx. അതായത് e⁻× tan x എന്ന് വെച്ചാൽ log sec x ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ വരുമ്പോൾ യുവർ ആൻസർ വിൽ ബി, ഇൻ്റഗ്രൽ ഉണ്ടാവില്ല, യുവർ ആൻസർ വിൽ ബി sec x. ശരി, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടി. ഇനി അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ എന്താണ് y ഇൻറ്റു അല്ല നമ്മളെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മളെ സൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു ക്യൂ ഡി എക്സ്. ശരിയല്ലേ? സോ ആൻസർ വിൽ ബി y ഇൻറ്റു sec x ഈക്വൽ ടു ഇൻ്റഗ്രൽ sec x ഇൻറ്റു cos സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ ഒന്നും കൂടി വരും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 1/cos x ഇൻറ്റു cos സ്ക്വയർ എക്സ് ഡി എക്സ്. സോ ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ cos x dx. so it will be sin x dx, sin x plus c. അപ്പോൾ നമുക്ക് മൊത്തം സൊല്യൂഷൻ തരും y sec x ഈക്വൽ ടു sin x പ്ലസ് c. ദിസ് ഈസ് യുവർ സൊല്യൂഷൻ. ക്ലിയർ? അപ്പോൾ ഈ 3 മെത്തേഡ്സ് ഓർക്കുക. ഈ ഇക്വേഷൻ പഠിക്കുക. ഇൻ്റഗ്രേറ്റർ ഫാക്ടർ കാണുന്ന ഇക്വേഷൻ പറഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റായി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന ഏത് പ്രോബ്ലവും ചെയ്യാം. ക്ലിയർ? അതാണ് ഒന്നാമത്തെ പറ്റും, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. പിന്നെ വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒന്ന് മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ എങ്ങനെ ചെയ്താലും ഈ ഒരു y ഒരു സൈഡിലും x ഒരു സൈഡിലേക്കും കൊണ്ടുവരിക. അതാണ് അൾട്ടിമേറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിന് പറയുന്ന പേരാണെന്ത്? വേരിയബിൾ സെപ്പറബിൾ ഫോം. ഓക്കെ. പിന്നെ വോളിയത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞ ഈ 2 ഫോർമുലകൾ ഓർക്കുക. ഏതൊക്കെ 2 ഫോർമുലകൾ? ഇത് പൈ ഇൻറ്റു ഇൻ്റഗ്രൽ a to b y സ്ക്വയർ dx. ഇത് നമ്മൾ മറ്റേ ഏരിയ പഠിച്ച പോലെ തന്നെ അല്ലേ. ഇൻ്റഗ്രൽ a to b x dy y dx എന്ന് പഠിച്ച പോലെ തന്നെ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ a to b y സ്ക്വയർ dx, അതുപോലെ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ a to b x സ്ക്വയർ dy. ക്ലിയർ? അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, എല്ലാ ടോപ്പിക്സും ഏരിയ ബൗണ്ടഡ് ബൈ കർവ് പഠിപ്പിച്ചതാണ്. വേരിയബിൾ സെപ്പറബിൾ പഠിച്ചു, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫസ്റ്റ്. അപ്പോൾ എല്ലാ മൊഡ്യൂളുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. കൂടുതൽ പ്രോബ്ലംസ് എന്ത് ചെയ്യേണ്ടി വരും? പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. പ്രോബ്ലം പ്രാക്ടീസിങ് ആണ് മാത്സിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് ഫാസ്റ്റ് ആവുക. അപ്പോൾ എക്സാംസിന് കൂടുതൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ പണ്ട് പോളിക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അത് ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാത്സിന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ഇതുപോലെ സോൾവ് ചെയ്ത പോലെ പറ്റുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ് പുറകെ തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലോണം പ്രോബ്ലം പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ ദെൻ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.